കേരളത്തിലെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ നിയമത്തിൻ്റെ വ്യവസ്ഥകളെ അതിലംഘിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥയെ അതിലംഘിക്കുന്ന സാഹചര്യത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് CAG പറയുന്നു. നേരത്തെ 99-ൽ നായനാർ സർക്കാരിൻ്റെ കാലത്ത് ഒരു കിഫ്ബി ഉണ്ടായിരുന്നു. പക്ഷേ ആ കിഫ്ബിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങളും സ്വഭാവവുമുള്ള ഒരു പുതിയ കിഫ്ബിയാണ് 2016-ൽ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഓർഡിനൻസിലൂടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം 9.23%, ഏതാണ്ട് 9.5% വാർഷിക പലിശയാണ് കടപ്പത്രങ്ങൾക്ക് നമ്മൾ നൽകേണ്ടത്. കേരളത്തിൽ വിദ്യാഭ്യാസം നേടിയ, കേരളത്തിൽ കഴിവ് തെളിയിച്ച മുഴുവൻ ആളുകളും കേരളത്തിന് പുറത്തേക്ക് ജോലി അന്വേഷിച്ച് പോകേണ്ട ഒരവസ്ഥയിലാണ് ഇന്നും കേരളമുള്ളത്. കിഫ്ബി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളോട് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഈ അന്വേഷണങ്ങൾ കേരളത്തിൻ്റെ വികസന സംരംഭങ്ങളെ അട്ടിമറിക്കാനുള്ളതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തടയാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് തീർച്ചയായും പരാതി പറയുന്നതിൽ അർത്ഥമുണ്ട്. പലപ്പോഴും കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ താൽപ്പര്യത്തോടു കൂടി തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഇടപെടാറുള്ളത്. അത് അവരുടെ പതിവാണ്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, കിഫ്ബിയുടെ നിയമപരമായിട്ടുള്ള സാധുതയെ സംബന്ധിച്ച്, കിഫ്ബിക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ബോണ്ടുകൾ ഇറക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിനകം ഉയർന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ആദ്യമായിട്ട് ഉയർത്തിയത് കഴിഞ്ഞ വർഷം നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസിയായ, സർക്കാരിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള C&AG എന്ന സ്ഥാപനമാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണത്. ഇന്ത്യയുടെ പൊതുമേഖലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായിട്ടുള്ള, കൃത്യമായിട്ടുള്ള പരിശോധന നടത്താൻ ബാധ്യസ്ഥമായിട്ടുള്ള സ്ഥാപനവുമാണ് CAG. അപ്പോൾ CAG റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം, കേരളത്തിലെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ നിയമത്തിൻ്റെ വ്യവസ്ഥകളെ അതിലംഘിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥയെ അതിലംഘിക്കുന്ന സാഹചര്യത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് CAG പറയുന്നു. അതിന് കാരണം കിഫ്ബി എന്ന് പറയുന്ന ഏജൻസി അത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് 2016-ൽ ഒരു ഓർഡിനൻസിലൂടെ കേരള സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നേരത്തെ 99-ൽ നായനാർ സർക്കാരിൻ്റെ കാലത്ത് ഒരു കിഫ്ബി ഉണ്ടായിരുന്നു. പക്ഷേ ആ കിഫ്ബിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങളും സ്വഭാവവുമുള്ള ഒരു പുതിയ കിഫ്ബിയാണ് 2016-ൽ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഓർഡിനൻസിലൂടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. കിഫ്ബി എന്ന് പറയുന്ന ഈ സ്ഥാപനം മസാല ബോണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഇന്ത്യൻ നാണയത്തിൽ മുഖവിലയുള്ള, ഇന്ത്യൻ റുപ്പിയിൽ മുഖവിലയുള്ള കടപ്പത്രങ്ങൾ വിദേശ വിപണികളിൽ വിറ്റഴിച്ചിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. കിഫ്ബിയെ നിയന്ത്രിക്കുന്നത് കേരള സർക്കാരിൻ്റെ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിൻ്റെ ഭാഗമാണ് കിഫ്ബി എങ്കിലും, അങ്ങനെയാണ് കിഫ്ബി ഉണ്ടായതെങ്കിലും അതിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷൻ, ധനമന്ത്രി ഉപാധ്യക്ഷൻ, പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള കുറേ ഉദ്യോഗസ്ഥർ, കുറേ അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന ഒരു ബോർഡാണ്. അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള, അവർ സംഭരിക്കുന്ന ധനത്തെക്കുറിച്ചും അവർ പണം ചെലവഴിക്കുന്ന രീതിയെക്കുറിച്ചും അവർ അംഗീകരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും ഉള്ള യാതൊരു പരിശോധനയും നമ്മുടെ നിയമസഭ നടത്തുന്നതല്ല. അത്തരം കാര്യങ്ങൾ കിഫ്ബി ബോർഡിൻ്റെ തീരുമാനത്തിന് വിധേയമാണ്. അതായത് കേരളത്തിൻ്റെ നിയമസഭയുടെ നിയന്ത്രണത്തിന് പുറത്ത്
എന്നാൽ കേരള സർക്കാരിൻ്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും കിഫ്ബിയുടെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും കേരള സർക്കാർ വഹിച്ചുകൊണ്ട് ഉള്ള ഒരു ഏജൻസിയാണ് കിഫ്ബി എന്ന് പറയുന്നത്. കിഫ്ബിയുടെ വിദേശത്ത് നിന്ന് വാങ്ങുന്ന വായ്പയ്ക്ക്, ബോണ്ടുകൾ വഴി വാങ്ങുന്ന വായ്പയ്ക്ക് ജാമ്യം നിൽക്കുന്നത് കേരള സർക്കാരാണ്. കിഫ്ബിയുടെ ഭാവിയിൽ വരുന്ന ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ 2 പ്രധാനപ്പെട്ട വരുമാന ഇനങ്ങൾ, പെട്രോൾ സെസ്സും റോഡ് നികുതിയും, ഈ 2 വരുമാനങ്ങളും കിഫ്ബിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ ജാമ്യത്തിൽ വിദേശത്ത് നിന്ന് വായ്പ വാങ്ങി കേരളത്തിൽ നിക്ഷേപം നടത്തുന്ന ഈ ഏജൻസിയെ പരിശോധിക്കുന്നതിന് CAGക്ക് അവസരമില്ല, കേരള നിയമസഭയ്ക്ക് അവസരമില്ല, നമ്മുടെ പൊതുമേഖലയിലെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുന്ന മറ്റൊരു സർക്കാർ ഏജൻസിക്കും അവസരമില്ല. കിഫ്ബിയുടെ ഓഡിറ്റർ കിഫ്ബി തന്നെയാണ്, കിഫ്ബി നിയോഗിക്കുന്ന ഏജൻസികളാണ്. രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം ഇങ്ങനെയുള്ള വിദേശ വിപണിയിലെ മസാല ബോണ്ടുകൾ ഇറക്കാനുള്ള അവകാശം കോർപ്പറേറ്റ് ബോഡികൾക്കുണ്ട്. അതായത് സ്വകാര്യ മേഖലയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് പണം സംഭരിക്കാനുള്ള ഒരവകാശം എന്ന നിലയിലാണ് അത്. അതിൻ്റെ ബാധ്യത മുഴുവനും ഈ ബന്ധപ്പെട്ട കമ്പനികൾക്കുള്ളതാണ്. രാജ്യത്തിനോ സർക്കാരിനോ അതിലൊരു ഉത്തരവാദിത്വമില്ല. കമ്പനി പൊളിഞ്ഞാൽ ബോണ്ട് വാങ്ങിയ ആളുടെ കാശവും മറ്റൊരു വിഷയവും രാജ്യത്തെ ബാധിക്കുന്നതല്ല. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ബോഡി കോർപ്പറേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സർക്കാരിൻ്റെ നിയമത്തിനനുസരിച്ച്, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനനുസരിച്ച് ഉണ്ടാവുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ. അത്തരം സ്ഥാപനങ്ങൾ പാർലമെൻറ്റിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സ്ഥാപനങ്ങളാണ്. അവർക്ക് വിദേശ വിപണിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കടപ്പത്രങ്ങൾ വഴി തങ്ങളുടെ വികസന പ്രവർത്തനത്തിന് പണം സംഭരിക്കാം. അതിന് ഇന്ത്യ ഗവൺമെൻറ് അതിന് ഗ്യാരണ്ടി നിൽക്കും. അതിനപ്പുറം സംസ്ഥാന നിയമസഭകളുടെ നിയമങ്ങളുടെയോ ഓർഡിനൻസുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന സ്ഥാപനങ്ങൾ അവ ബോഡി കോർപ്പറേറ്റ് എന്ന് സ്വയം അവകാശപ്പെട്ടാലും അവയ്ക്ക് വിദേശ വിപണിയിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്ന വിഷയം ഇനിയും തീരുമാനമെടുക്കാൻ ബാക്കിയുള്ള കാര്യമാണ്. അത് സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുടെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. കിഫ്ബി പറയുന്നു, ധനമന്ത്രി പറയുന്നു, ഞങ്ങൾക്കതിനുള്ള അവകാശമുണ്ട്, റിസർവ് ബാങ്ക് അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട് എന്ന്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട, റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കത്തിടപാടുകളെക്കുറിച്ചോ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചോ നമ്മുടെ പൊതുമണ്ഡലത്തിന് ഇതുവരെ ഈ സർക്കാർ ഒരു വിവരവും നൽകിയിട്ടില്ല. മറിച്ച് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്ന കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ബാങ്കിന് ഇങ്ങനെയൊരു ബോണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട്, വിദേശ വിപണിയിൽ ബോണ്ട് ഇറക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് നൽകിയ ഒരു കത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അത് ആക്സിസ് ബാങ്കിന് നൽകിയ ഒരു കത്താണ്, കേരള സർക്കാരിന് നൽകിയ കത്തല്ല. 50,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബി കേരളത്തിൽ 5 വർഷത്തിനകം നടത്താൻ പോകുന്നത് എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കുറേ കോടികളുടെ കണക്കുകളും അവർ നിക്ഷേപിച്ചതിൻ്റെ കുറേ കണക്കുകളും അവർ പറയുന്നുണ്ട്. കുറേ പദ്ധതികളെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ തന്നെ 2,500 കോടിയോളം രൂപയാണ് ഇതിനകം ആദ്യത്തെ പടി എന്ന നിലയിൽ വിദേശ വിപണിയിൽ നിന്ന് കിഫ്ബി കേരളത്തിലേക്ക് വായ്പയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിണറായി വിജയനും തോമസ് ഐസക്കും ചേർന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചത് നമുക്കറിയാം. അങ്ങനെ മണിയടിച്ചെങ്കിലും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ കിഫ്ബിയുടെ ബോണ്ടുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആരും അന്ന് ആ കിഫ്ബി ബോണ്ടുകൾ വാങ്ങിയിട്ടില്ല. പിന്നീട് ആരാണ് വാങ്ങിയത്? അത് വാങ്ങിയത് കാനഡയിലെ ക്യൂബെക് പ്രവിശ്യയിലെ ഒരു കമ്പനിയാണ്. കമ്പനിയുടെ പേര് CDPQ എന്ന് പറയുന്ന ക്യൂബെക് ആസ്ഥാനമായ വലിയ പെൻഷൻ ഫണ്ട് സ്ഥാപനമാണ്, വലിയ കമ്പനിയാണ്. അന്ന് കിഫ്ബി ഇറക്കിയ ബോണ്ടുകൾ പൂർണ്ണമായിട്ടും വാങ്ങിയിട്ടുള്ളത്. ആ കമ്പനിയും ലാവ്ലിൻ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മറ്റു ചില വസ്തുതകൾ വരും.
ലാവ്ലിൻ കമ്പനിയുടെ ഓഹരികൾ ഏറ്റവും കൂടുതൽ കൈവശം വയ്ക്കുന്ന ഹോൾഡിംഗ് കമ്പനിയാണ് CDPQ. അതായത് ലാവ്ലിൻ കമ്പനിയുടെ ഉടമസ്ഥരാണ് CDPQ. അപ്പോൾ ലാവ്ലിനും കേരളവുമായിട്ടുള്ള മറ്റു ബന്ധങ്ങളെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ അന്വേഷിക്കേണ്ടതില്ല. എന്നിരുന്നാലും എങ്ങനെയാണ് ഈ ബോണ്ടുകളിൽ, ലോകത്ത് എത്രയോ കമ്പനികളുണ്ട്, പെൻഷൻ ഫണ്ടുകളുണ്ട്, പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ആളുകളുണ്ട്, എങ്ങനെയാണ് ഇത് ഈ CDPQ എന്ന കമ്പനിയിൽ എത്തിയത് എന്ന കാര്യം പിന്നീട് വിശദീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം 9.23%, ഏതാണ്ട് 9.5% വാർഷിക പലിശയാണ് ഈ കടപ്പത്രങ്ങൾക്ക് നമ്മൾ നൽകേണ്ടത്. 5 വർഷം കഴിഞ്ഞ് അതിന് മുതൽ കൊടുക്കണം. ഓരോ അർദ്ധവർഷത്തിലും അതിൻ്റെ പലിശ കൃത്യമായിട്ട് അങ്ങോട്ട് അടയ്ക്കണം. ഈ 9.5% പലിശ എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ സാധാരണ കേട്ടുകേൾവിയില്ലാത്ത ഒരു പലിശ നിരക്കാണ്. നമ്മുടെ ലോക ബാങ്ക്, അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്താറുണ്ട്. അതിനു വേണ്ടിയിട്ട് ലോണുകൾ, വായ്പകൾ നൽകാറുണ്ട്, ഗ്രാൻറ്റുകൾ നൽകാറുണ്ട്. സാധാരണയിൽ 5-5.5% പലിശയാണ് അവർ ഈടാക്കുന്നത്. പക്ഷേ തീർച്ചയായും അവർ നൽകുന്ന പണം എങ്ങനെ ചിലവഴിക്കുന്നു, ആ പണത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ, വെട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ, അഴിമതി നടക്കുന്നുണ്ടോ എന്ന് അവർ പരിശോധിക്കും. വേൾഡ് ബാങ്കിൻ്റെ ആ തരത്തിലുള്ള പരിശോധനാ വിഭാഗം വളരെ വളരെ ശക്തമാണ്. ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നതായിട്ട് അവർ കണ്ടെത്തിയാൽ അവർ ലോണുകൾ ഒഴിവാക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തും, കർശനമായ നടപടികളെടുക്കും. CDPQന് ആ പ്രശ്നമൊന്നുമില്ല. അവരുടെ പണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചിലവാക്കിയെന്നൊന്നും അവർ പരിശോധിക്കില്ല. അവർക്ക് വേണ്ടത് കൃത്യമായിട്ട് പലിശയാണ്, മുതലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ചില സ്ഥാപനങ്ങൾ ഇതേ സമയത്ത് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ നമ്മൾ ഈ മസാല ബോണ്ടുകൾ വഴി പണം സമാഹരിച്ചിട്ടുണ്ട്. എത്രയാണ് അവർ കൊടുക്കുന്ന പലിശ? കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം മറ്റ് കമ്പനികളുടെ മസാല ബോണ്ടുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന പലിശ എന്ന് പറയുന്നത് 6.5% ചുറ്റൂലാണ് ഉള്ളത്. 6% അതിനല്പം മുകളിലായിട്ട് കിടക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ ബോണ്ടുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന പലിശയേക്കാൾ ഏതാണ്ട് 2.5-3% കൂടുതൽ പലിശ കൊടുത്തുകൊണ്ടാണ് കാനഡയിലെ ഒരു കമ്പനിയിൽ നിന്നും കേരള സർക്കാർ ഇത്രയും തുക സംഭരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കിഫ്ബി ബോർഡിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു എന്ന് കിഫ്ബി രേഖകളിൽ പറയുന്നുണ്ട്. ആ സമയത്ത് കിഫ്ബിയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള അന്നത്തെ ചീഫ് സെക്രട്ടറി, അന്നത്തെ ഫിനാൻസ് സെക്രട്ടറി അവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയതായിട്ടും കിഫ്ബി രേഖകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ഏതാണ്ട് 9.5% പലിശയ്ക്കാണ് നമ്മുടെ കിഫ്ബിയുടെ ആദ്യത്തെ ബോണ്ടുകൾ വിറ്റഴിഞ്ഞത്. ഇപ്പോൾ കിഫ്ബിയുടെ പേരിൽ വലിയ തോതിലുള്ള പ്രചാരവേലകൾ നടക്കുന്നു. കിഫ്ബിയുടെ പേരിൽ വലിയ വികസനത്തെക്കുറിച്ചുള്ള പെരുമ്പറകൾ കൊട്ടിഘോഷിക്കപ്പെടുന്നു. അതൊക്കെ എവിടെ ചെന്നെത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേ സമയത്ത് ഇത് തിരിച്ചടയ്ക്കാനുള്ള ശേഷി നമുക്കുണ്ടോ? 50,000 കോടി രൂപ, അതിലൊരു വലിയ പങ്ക് വിദേശ വിപണിയിൽ നിന്ന് മസാല ബോണ്ടുകൾ വഴിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ 5 വർഷത്തിനകം എത്രമാത്രം പലിശ ബാധ്യത നമ്മൾ നേരിടേണ്ടതായിട്ട് വരും? നമ്മൾ കാണാത്ത മറ്റ് ചില ചിലവുകൾ ഇതിനകത്തുണ്ട്. അതായത് ഈ പലിശ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ കൊടുത്താൽ പോരാ. ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾക്ക് അവരിങ്ങോട്ട് പണം തരുന്നതെങ്കിലും നമ്മൾ തിരിച്ച് മുതലും പലിശയും കൊടുക്കേണ്ടത് ഡോളർ എന്ന് പറയുന്ന നാണയത്തിലൂടെയാണ്. ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിലുണ്ടാകാവുന്ന സാധാരണ നിലയിലുണ്ടാകാവുന്ന വിനിമയ മൂല്യത്തിലെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5% കൂടുതൽ പണം ഓരോ തവണയും നമ്മൾ കൂടുതലായിട്ട് ഡോളർ വാങ്ങാൻ വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അതുകൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് 15% വായ്പയുടെ മൊത്തം ചെലവ് വരും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നോക്കിയാൽ 50,000 കോടി രൂപയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ
5 വർഷം കൊണ്ട് അത് 1,00,000 കോടിയെങ്കിലുമുള്ള ബാധ്യതയായിട്ട് നമ്മുടെ തലയിൽ പതിക്കും. പക്ഷേ ഇവിടെ റോഡ് ഉണ്ടാക്കുന്നു, പാലം ഉണ്ടാക്കുന്നു, വിമാനത്താവളം പണിയുന്നു, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയേറെ അമിതമായിട്ടുള്ള ബാധ്യതകൾ തിരിച്ചടയ്ക്കാൻ പാകത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാകുമോ? വരുമാനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഏറ്റവും കഴിവുള്ള വിഭാഗങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയണം. കേരളത്തിൻ്റെ വികസന രംഗത്ത് വമ്പിച്ച ഒരു കുതിച്ചുചാട്ടം നടക്കണം. അങ്ങനെ ഒരു കുതിച്ചുചാട്ടവും ഇവിടെ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ വിദ്യാഭ്യാസം നേടിയ, കേരളത്തിൽ കഴിവ് തെളിയിച്ച മുഴുവൻ ആളുകളും കേരളത്തിന് പുറത്തേക്ക് ജോലി അന്വേഷിച്ച് പോകേണ്ട ഒരവസ്ഥയിലാണ് ഇന്നും കേരളമുള്ളത്. ഒരു വ്യത്യാസവും അതിനകത്ത് വന്നിട്ടില്ല. കിഫ്ബി എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങൾക്കിടയിൽ തന്നെ കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ കണ്ടകോടാലിയായിട്ട് മാറാൻ പോകുന്നത്. കിഫ്ബി എന്ന് പറയുന്ന ഒരു കടക്കണിയെ സംബന്ധിച്ച് ജനങ്ങൾ വളരെയേറെ ബോധവാന്മാരാവേണ്ട ഒരു സമയമാണിത്. വികസനത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വലിയ പഞ്ചാര പായസം പറയാം, വലിയ 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 അവകാശവാദങ്ങൾ പറയാം. പക്ഷേ വികസനത്തിൻ്റെ പേരിൽ നടക്കുന്നത് വായ്പ വാങ്ങലാണ്. ഈ വായ്പയിൽ ഒരു പങ്ക് പലരുടെയും കീശയിലേക്ക് കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ബാധ്യതകൾ അടുത്ത വർഷങ്ങളിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ നികുതി പണത്തിലൂടെ തന്നെ കൊടുക്കേണ്ടി വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കേന്ദ്രം നടത്തുന്ന അന്വേഷണങ്ങൾ, കേന്ദ്രം നടത്തുന്ന പരിശോധനകൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലയുരാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടി വരില്ല, നമ്മളെ തന്നെയായിട്ട് കുറ്റപ്പെടുത്തേണ്ടി വരും. നമ്മൾ തന്നെയാണ് ഈ അവസ്ഥ സൃഷ്ടിച്ചു വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.